नफ ज़्यादा दूर चलो तो नफ मैजिक क्यों तू लीड नहीं करना ഓക്കെ ഓക്കെ സമझ ഇപ്പോൾ ഇന്ന് ഇവിടെ വന്നിട്ടൊരു ഫംഗ്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ട്രെയിനിങ് കഴിഞ്ഞു. ഇതൊക്കെയായിരുന്നു നമുക്ക് ആവശ്യമുണ്ടായിരുന്നത്. നല്ല രീതിയിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് സ്നൈപ്പറിൻ്റെ ഏരിയയിലേക്ക് വന്നിട്ടുള്ളത്. ഇതാണ് സ്നൈപ്പറിൻ്റെ സൊസൈറ്റി. ഇവിടെയാണ് പിന്നെ വെൽ ബിഹേവിയറിങ് ആക്കി നമുക്ക് എടുക്കേണ്ടത്. ഇവിടെ എല്ലാ പ്ലെയറിയും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഓഫ് ലീഷ് നടക്കാനും ഉള്ള സൗകര്യമുണ്ട്. बट इधर ऑफ लीश लेकर जाता है इसको? नहीं, फर्स्ट टाइम यहाँ पे फर्स्ट टाइम है, क्योंकि इसका मतलब ये था कि कभी हमेशा वो जैसे ऑफ लीश करता है तुरंत ही भाग जाता है. इधर का सोसाइटी का में अंदर स्ट्रीट डॉग्स है, ये भी इसका फ्रेंड्स है? नहीं, उसका साथ चिढ़ता है? हाँ, और चिढ़ता है, वो उसको भौंकते रहते हैं, लेकिन ये ज़्यादा रिएक्ट नहीं करता जब लीश में रहता है. हाँ. हमने ऑफ लीश का भी ट्राई नहीं किया है कि भाई ये वो करे करके. इसके लिए वो एक बार हमको नॉर्मल वॉकिंग करके देखेगा. गुड गुड बोलना इनफ. गुड सिट बोलो. ऐसा किया तो पनिशमेंट भी दे दो. ये छोटा पनिशमेंट, नेगेटिव पनिशमेंट. यस क्यों. गुड गुड. ऐसा स्मार्ट से आने दो, बट हमारा पैर से आगे नहीं चलना नहीं चाहिए. हम फ्री बोले तो चल सकता हूँ. थोड़ा टाइम के बाद उसको फ्री करेगा हमको. सिट. गुड गुड. क्यों. ഈ സൊസൈറ്റിയിലും അവനെ ആദ്യമായിട്ടാണ് ഓഫ് ലീഷിൽ നടത്തുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ വേറെയുള്ള ഡോഗ്സുകളൊക്കെ ഉണ്ട്, സ്ട്രേ ഡോഗ്സൊക്കെ ഉണ്ട്. പെട്ടെന്ന് തന്നെ ഓടി പോകുന്ന ഒരു സ്വഭാവമാണ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ റിസ്ക് എടുക്കാൻ നിൽക്കില്ല. ആളവിടെ ഒരു ഗവൺമെൻറ് ഡോക്ടറാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളതുള്ളൂ. പക്ഷേ നമ്മളോടുള്ള വിശ്വാസം കൊണ്ട് ആൾ ഓഫ് ലീഷിൽ നടക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഓക്കെയാണ് ഉള്ളത്. अभी इधर एक बार फ्री कर दो थोड़ा यूरिन करने में. भाई फ्री बोले तो हम ऐसा ही रुकना स्टेडियम में. एक बार आ जाएगा गुड बॉय बोल के. इसका एक्साइटमेंट बहुत है. बॉक्सर ब्रीड ऐसा ही है, बहुत एनर्जेटिक. रुकता नहीं है. रबर बॉल ऐसा है. फिर भी ये काफ़ी थोड़ा है, 5 सालों में ना थोड़ा सा है, लेकिन फिर भी इसका प्लेफुल और मिस्चीवियर बिहेवियर रहता ही है. वो भागते रहता है, वो सब करते रहता है. बट 5 ईयर का नहीं, उसका बिहेवियरिंग 2 ईयर का डॉग का है. इतना स्मार्ट है ये. हाँ, वो है स्मार्ट और इंटेलिजेंस के मामले में ये बहुत अच्छा है कि कुछ भी बोलो तो तुरंत समझ लेता है. मतलब 2, 3, 4 मतलब उसके बाद तो उसको समझ में आ जाता है कि क्या करना है. गुड बाय. 2 मिनट हो जाएंगे, मैं गाड़ी में रख देता हूँ.
ये सोचा गाड़ी में चल रहे नहीं वो गाड़ी का तो उसको बहुत ही शौक है। शौक है। मतलब कोई हमारे उसमें कोई भी अगर गाड़ी में बैठा ना तो वो तुरंत ही पीछे की सीट पे ट्राई करेगा, वो आगे भी चढ़ जाएगा वो। ഇവൻ ചെറിയ സമയം തൊട്ടിട്ട് നല്ലപോലെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാവൽ ചെയ്യണ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു സ്ട്രേ ഡോഗ് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓടിപ്പോണ്ട് ഗുഡ്. ഇടുക്കി ടെറിട്ടറികളിൽ സ്ഥിരമായിട്ടുള്ള ശത്രുക്കളൊക്കെ ഉണ്ടാവും. ഭാഗ്യ ഡിസ്ട്രാക്ഷന് പറ്റിയ മുതലാട്ടാ. നല്ല രീതിയിൽ തന്നെ ഡിസ്ട്രാക്ഷൻ കൊടുക്കുന്നുണ്ട്. സ്നൈപ്പറിൻ്റെ മെയിനായിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ ഡിസ്ട്രാക്ഷനിലെ ആൾ ഒരു കമാൻഡുകളും ഒബ്സർവ് ചെയ്യില്ല. അങ്ങനെ നമ്മൾ സ്നൈപ്പറിൻ്റെ ഏരിയയിൽ അത്യാവശ്യം ട്രെയിനിങ്ങുകളൊക്കെ ചെയ്തു, ഡോഗ്സിനെയൊക്കെ കണ്ടു. വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ആൾ വാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിസ്ട്രാക്ഷനായിട്ട് അവിടെ ഒരു വൈറ്റ് ഡോഗ് ഉണ്ട്, അതാണ് അവൻ്റെ മെയിനായിട്ടുള്ള ശത്രു. അതിവിടെ പോകുന്നുണ്ട്. ഓരോ ടെറിട്ടറിയിൽ അവരുടേതായിട്ടുള്ള ഓരോ മാർക്കിങ്ങുകളുണ്ട്. അവർ സ്ഥിരമായിട്ടുള്ള എനിമീസായിരിക്കും. അതൊന്ന് കൺട്രോൾ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ഇവർ അവിടുത്തെ ലീഡറാണ് ആൾ. ഏക് ബാർ റുക്കോ വാഗിയ ക്യുക്ക് സിറ്റ്. അപ്പോൾ സ്വന്തം ഏരിയയെ പിടിച്ച് ഇതിൽ ഇങ്ങനെ നല്ല ശത്രുതി. ഇപ്പോൾ അവിടെ എൻ്റെ ടെറിട്ടറി മാർക്ക് ചെയ്യാൻ പോയതാണ്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ യൂറിൻ ചെയ്യണം ഡോഗിന്. വേണമെന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ പറഞ്ഞിട്ട് അത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഒരു 5 ഇയർ ആയിട്ടുള്ള ഡോഗായ കാരണം കൊണ്ട് അതിൻ്റെ അത് ഹോൾഡ് ചെയ്ത് പിടിച്ച് വെച്ച് നോക്കണത് അധികം ടൈം ലാസ്റ്റ് ചെയ്യിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഫ്രീ ആക്കിയിട്ട് അതിൻ്റെ ടൈം പീരീഡ് കൂട്ടി കൊണ്ടുവരാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഒന്ന് മാർക്ക് ചെയ്യണമെന്നുണ്ട് ഡോഗിന്. പക്ഷേ ആൾ അതിന് വേണ്ടിയിട്ട് നിന്ന് കൊടുക്കുന്നില്ല. ആൾ ഫുൾ ഫോമിലാണ്. ഇപ്പോൾ നല്ല अभी स्टार्ट करो. एक बार ऐसा ट्राई करो. हम आराम से, कुछ नहीं बोलना नहीं चाहिए, आराम से रुकना. वागिया क्यों മെയിൻലി ഡോഗ്സിനുണ്ടാവുന്ന ഡിസ്ട്രാക്ഷനാണ് ഈ ചെറിയ കുട്ടികളെ ഒക്കെ കാണുമ്പോൾ. സൊസൈറ്റി കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അവിടെ ഒരു ഗോൾഡൻ റിട്രീവർ പോകുന്നുണ്ട്. ചില ഡോഗ്സിന് ലീഷുമേ പോണ നായകളോടായിരിക്കും നല്ല ദേഷ്യം, മനസ്സിലായി? ഏയ് വൈകിയ നഫ് ക്യുക്ക്. अभी उसको थोड़ा आगे आके फ्री करो യൂറിൻ करने को. അപ്പോൾ ആ ഒരു ടെമ്പർമെൻറ്റ് പിടിച്ചൊന്ന് ഫ്രീ ആക്കി വിടാനാണ് പറയുന്നത്. അത് നല്ല രീതിയിലൊന്ന് थोड़ा आगे इधर भी फ्री करो. फीमेल है ना वो डॉग, तो उसके लिए यूजुअली क्या है कि वो आमने सामने हो जाते हैं लीश में, तो इसको तो मैं फिर ले लेता हूँ, लेकिन उसका रहता है. गुड बॉय. चलो. अब थोड़ा टाइम पहले ही लेकर आया था इसको, यूरिन सब किया था, पोटी यूरिन सब. पोटी करा लिया मैंने, आपने बोला ना. हाँ. अभी मैंने फिर बोला कि मैं नीचे रेडी था, तो मैं बोला तो इसका टॉयलेट वगैरह पोटी वगैरह करा लिया. ഇപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ട് പൊട്ടിയും ഇതൊന്നും കഴിഞ്ഞിട്ടില്ലെന്ന്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടാണ് നിർത്തിയിട്ടുള്ളത്.
ഇവിടെ നിന്ന് ചിലപ്പോൾ ഒന്ന് മാർക്ക് ചെയ്തിട്ട് വരികയുള്ളൂ. ഇപ്പോൾ അവിടെ സ്മെല്ല് ചെയ്യണുള്ളൂ, മാർക്കിങ് കുറഞ്ഞിട്ടുണ്ട്. आउटसाइड सिट है. हाँ इधर से आउटसाइड कैसा चलेगा? ओके इधर से भी चलो डॉग के साथ. എനിക്കൊന്ന് ഔട്ട്സൈഡ് ഒന്ന് പോയിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. ആൾക്ക് ലെഗിന് ഇത്തിരി ഒരിതുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇവ നടക്കില്ലേ, ഫുൾ എനർജറ്റിക് ബ്രീഡ്. വാഗി എനഫ്. വാഗി വലിയ ലീഡ് ചെയ്ത് പോകുമ്പോൾ ഇവൻ അവളുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോഗ്സിൻ്റെ അടുത്തോട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ ഇനഫ് പറയുന്നത്. ഇനഫ് വാഗിയ ഗുഡ് ഗേഡ് ക്രേസി. ഫ്രീ ഫ്രീ ഫ്രീ. हाँ हाँ नो प्रॉब्लम. अभी देखेगा हमको कैसा कंट्रोल कर. एनिमल गाय भैंस कुछ अभी देखेगा उसको कंट्रोल करके. वो आ गया. हाँ ये लो मैं हैंडलिंग करूँगा. അപ്പോൾ ആൾ പറയുന്നത് പശു പോത്ത് ആടൊക്കെ ഇവരെ എടുത്തോട്ട് വരുമ്പോൾ അവർക്കൊരു ചെറിയ ഇതുണ്ട്. ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് അറിയുണ്ടാവില്ല, അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഡോക്ടർമാരും അതിൻ്റേതായിട്ടുള്ള ആൾക്കാരല്ല. നമ്മൾ അതാണെങ്കിൽ ഹാൻഡിൽ ചെയ്യാം എന്നൊന്ന് കാട്ടി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇന്നലെ വാക്കിങ്ങിന് പോയ സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പശുവും പോത്തും ഇതൊന്നും ഉണ്ടാവില്ല. ഈ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പശു ഇവിടെ പശുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ ഒരു വട്ടം അവർ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ അവർ ചിലപ്പോൾ കുത്താനൊക്കെ വന്നിട്ടുണ്ടാവും. അതൊരു വലിയ ഒരു റഷ് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ വട്ടം നമ്മൾ നല്ല രീതിയിൽ ബിഹേവിയർ ചെയ്തിട്ട് ആളൊന്ന് കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കണം. എൻ്റെ തന്നെ ഒരു നന്ദി നിൽക്കണ്ടല്ലോ. നമുക്ക് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് നമ്മുടെ ഒപ്പം ഒന്ന് നമുക്ക് കാട്ടി കൊടുക്കാം. പശു ഇവിടെ ഡോഗ്സും ഉണ്ട് കേട്ടോ, സമൃദ്ധി. വാഗിയ ക്യൂ. ഒരാൾ പിന്നെ ഇവിടെ പോന്നു. നഫ്. നമ്മൾ അവിടെ നിന്ന് കുഴപ്പമില്ലാണ്ട് എക്സ്പീരിയൻസ് ചെയ്തെടുത്തു. ആൾ ഓരോ വട്ടം വീഡിയോ എടുത്ത് കാട്ടി കൊടുക്കും ആളുടെ വൈഫിന്. ആ ഇപ്പോൾ പറയണത് വൈഫ് നടന്ന് വരണ്ടെന്നാണ് പറയണത്. പൂവോ പൂവില്ലേ എന്ന് നോക്കാനാണ് പറയുന്നത്. ഇതിവൻ്റെ മെയിനായിട്ടുള്ള ശത്രുവാണ്. ചില ഡോഗുകൾക്ക് ലീഷ്മ കൊണ്ട് നടക്കുന്ന ഡോഗുകളോട് ഹൈപ്പർ ആയിട്ടുള്ള ദേഷ്യം ഉണ്ടാകും. हाँ कर दो चलो. आपका वाइफ का साथ और प्रोटेक्टिव होता है ये. आपके साथ ये ब्लैक डॉग ने देखा आराम से आए, उसके साथ है तो थोड़ा भी चिढ़ेगा. ഞാൻ പറയണത് വൈഫിൻ്റെ ഒപ്പം പോകുന്ന സമയത്ത് ഒന്നും കൂടിയും പ്രൊട്ടക്ഷൻ കാണിക്കുന്നതാണ് പറയുന്നത്. ആളൊരു പേടിയില്ലാണ്ട് ഇഗ്നോർ ചെയ്ത് പോയിക്കോ എന്നുള്ള രീതിയിലാണ് ആളുടെ ഇമോഷൻ അങ്ങനെയാണ്. അപ്പോൾ വൈഫൊക്കെ ആകുമ്പോൾ ഇത്തിരി കൂടി ഒന്ന് പേടിക്കും. അവരുള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പേടിച്ചിട്ടുണ്ടാവും ഡോഗുകളുടെ അടുത്തൊക്കെ പോകുന്നത്. ये सोच रहे आपके साथ जाके उसका मस्ती नहीं चल रहे, इसके साथ जाके मैं ट्राई करूँगा. क्यों वागिया कम, क्यों वागिया कम. गुड गुड.
ये बैट से ऐसा किया है ना, इसको पसंद नहीं आए. वाह कम वागिया वागिना क्यों क्यों वेरी वेल पुश पुश गुड गुड. हाँ आगे जाओ. एक बार बाहर जाएगा उससे. उधर गाय भी है ना, गाय का रास्ते पे भी थोड़ा चलेगा, रिटर्न आएगा. सिट പിന്നെ എപ്പോഴൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യണം, എന്തൊക്കെ അഡ്വാൻസ് കമാൻഡുകൾ, വോയിസിൽ എങ്ങനെയാണ് അവനെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത്. इसके पहले हम हाथ डाले तो नहीं सिट हो जाएगा ये. सिट गुड गुड. Okay. आप नॉर्मल वॉक करना, ऐसा चलो नॉर्मल. आप थोड़ा स्लो में चल रहे. गुड गुड. ऐसा करने को टाइम गुड गुड ऐसा वॉइस से भी अप्रिशिएट कर सकता हूँ. गुड गुड. ചിലപ്പോൾ കൈ കൊണ്ട് ഒരു അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഡോഗ്. പിന്നെ ഇവൻ ഫ്രീ കമാൻഡിൻ്റെ സമയത്തൊക്കെ ഗാർഡിങ് മൂഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഡോഗ്. അപ്പം അങ്ങനെയുള്ള കറക്ഷനുകളൊക്കെ നമ്മൾ ഇപ്പോൾ നമ്മൾ അവരവിടുത്തെ പുറത്തുനിന്നും വന്നു കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് ദൂരത്തേക്കുള്ള ഏരിയയിലേക്ക് പോവുകയാണ്. അവിടെ ഇപ്പോൾ മെയിൻലി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ, പശുവിനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണ്. പശുവിനെ ഭയങ്കര ദേഷ്യമാണ് ഇവന്. ഫസ്റ്റ് ടൈമാണ് ഇവൻ്റെ ഓണർ ആളുടെ വൈഫ് നമ്മുടെ ഒപ്പം വരുന്നത്. ആളാണെങ്കിൽ ഭയങ്കര ഷൈ ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഡോഗ് ഓട്ടോമാറ്റിക്കലി നല്ല രീതിയിൽ പ്രൊട്ടക്റ്റീവ് മൈൻഡിലോട്ട് പോകും. എന്താണ് പേടി, എൻ്റെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇമോഷനെ ക്യാച്ച് ചെയ്യും. आप कितना इतना कॉन्फिडेंस में चलेगा, इतना बिना डिस्ट्रैक्शन में डॉग आएगा. അവിടെ ഒരു ഡോഗും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ, തുറപ്പം ബാശി. ഓ ഒരാളല്ല കേട്ടോ, വൺ ഗ്യാങ്. ഓ നഫ്. തുറപ്പം ബാശിനും സംഘവും നമ്മൾ വിചാരിച്ചേറ്റവും വലിയ ആറ്റിറ്റ്യൂഡാണ്. ഓ ഭയങ്കര വലിയാണല്ലോ. പക്ഷെ കല്ലെടുക്കാൻ നോക്കി അപ്പോൾ ഓടും. നമ്മളൊന്ന് കല്ലെടുക്കണ പോലെ ഒന്ന് കാട്ടിയാൽ മതി. ഡോഗ്സുകൾ അതിനെ വന്നു. അവൻ്റെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര നല്ല ആറ്റിറ്റ്യൂഡ് കേട്ടോ. സിറ്റ്. गुड गुड. ऐसा प्रोवोकिंग आता है जाता है, बट उसको हम थोड़ा कॉन्फिडेंस बिल्ड कर रहे हैं. गुड गुड बॉय. ये देखो, रियलाइज़ करो, नो प्रॉब्लम. ये आके हमने नहीं काटेगा, हम भी ज़्यादा उधर नहीं जाना. हाँ ऐसा रुके भी कॉन्फिडेंस बिल्ड करके दिखाएगा इसको. हम थोड़ा भी आगे जाएंगे. ऐसा सिचुएशन से एक्सपीरियंस करो आप. करेक्ट टाइमिंग में अप्रिशिएट करना, इग्नोर करना, कमांड बोलना, सब हम सीखना. नफ वागी के लिए नफ आटा
കിടിലൻ ഡിസ്ട്രാക്ഷൻ ആണ് ബേബീസ്. ഇപ്പം അവൻ്റെ എനർജി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ നോക്കും. പക്ഷേ നമ്മളതിന് കൊടുക്കണില്ല, നമ്മളവനെ മൂവ് ചെയ്യിപ്പിക്കാൻ. एक बार यूरिन करना चाहिए उसको, इतना आदमी में प्रवोक किया ना. एक बार मैंने रोका, फिर मैं पूछने वाला था आपको कि ऐसा टेरिटरी मार्किंग उसकी इच्छा हमेशा रहती है. मैं इंसल्ट नहीं हुआ, मेरे पास ताकत है, मैं आराम से जाए. ये इंडिकेशन करके जा रहे. അങ്ങനെ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല എക്സ്പീരിയൻസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി കടലിലേക്കും കൂടി ഒന്ന് നമ്മൾ കൊണ്ടുപോവാണ്. ഇന്നലെ വൈകിട്ടെങ്കിൽ വരാൻ പറ്റിയില്ലേ, അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും കൂടി നാളേക്കും ഒക്കെ ആയിട്ട് വെച്ചതാണ്. അതൊക്കെ ഇന്ന് വൈകിട്ട് തന്നെ ചെയ്യാണ്. ഇന്ന് വൈകിട്ടല്ല, ഇപ്പം തന്നെ ചെയ്യാണ്. വണ്ടി കണ്ടപ്പോൾ വണ്ടിയിലോട്ട് ചാടി കയറാൻ നോക്കുക. ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഗായ് ഇവർ ഇടിക്കാൻ വരും. ഗായ് അങ്ങനെ ഉപദ്രവിക്കുന്ന ഗായികളുണ്ട്. എനിമൽസിന്, ഹ്യൂമൻസിന് ഒരിക്കലും ഉപദ്രവിക്കില്ല. നഫ് പിന്നെ നമ്മൾ നല്ല മെയിൻ റോട്ടിലോട്ടാണ് പോകാൻ പോകുന്നത്. ഇപ്പോൾ സ്നൈപ്പറും ഓണറും വെള്ളം വാങ്ങാൻ പോയിരിക്കുകയാണ്. കുഴപ്പമില്ലാണ്ട് ആൾ കാമായിട്ട് നിൽക്കുന്നുണ്ട്. ആളുടെ വൈഫ് കൂടിയാണെങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് തന്നെ ഡിസ്ട്രാക്റ്റ് ആയിട്ടിരിക്കുന്ന ആളായിരുന്നു ആൾ. അവിടെ അടുത്ത് നിൽക്കണ ചെക്ക ഇങ്ങനെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. നോക്കിക്കോളൂ കേട്ടോ, അവന് എന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷൻ കാണിക്കുക ഡോഗിനെ ഡിസ്ട്രാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റഷ് ഏരിയ കേട്ടോ. ഇതിലൂടെ അത്യാവശ്യം റോഡ് ക്രോസ് ചെയ്യാനൊക്കെ बड़ा हाथ पर पड़ ले ഇവൻ്റെ ഓണേഴ്സിന് നല്ല താല്പര്യമാണ് കേട്ടോ, ഇവന് ഫ്രീഡം കൊടുക്കണം എന്നുള്ളത്. പക്ഷേ ഇവൻ്റെ ഈ ക്യാരക്ടർ കാരണം കൊണ്ട് അവർക്ക് ഭയങ്കര പേടിയാണ്. 5 വയസ്സിലിത് ശരിയാവുമെന്ന് അവരുടെ വൈഫിന് അതായിരുന്നു ഒരു പേടി. പക്ഷേ ഒരു 2 കൊല്ലം കൊണ്ട് നമ്മളെ ഫോളോ ചെയ്ത് വാച്ച് ചെയ്ത് അവർ കോൺഫിഡൻസ് വന്നു. പക്ഷേ ഒരു 6 മാസം 1 കൊല്ലത്തോളമായിട്ട് അവർ ട്രൈ ചെയ്യുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇവിടേക്ക് വരാൻ പറ്റുന്നില്ല. ദമനിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ്. ബാക്കി ഒരുവിധം എല്ലാ സ്ഥലങ്ങളും ഒന്ന് കറങ്ങി. ദമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലിദ്വീപ്, ലക്ഷദ്വീപൊക്കെ പോലെയാണ്. നോ താങ്ക്സ് ബ്രോ. ഇതൊക്കെ പോലെയാണ്. സെൻട്രൽ ഗവൺമെൻറ്റാണ്. മദ്യത്തിനൊക്കെ ഭയങ്കര വില കുറവാണ് ഇവിടെ. ഇന്ന് ഈ പബ്ലിക്കിൽ റോഡിലൊക്കെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു നമുക്ക്. കാരണം ഇവന് ഈ ഇന്ന് എങ്ങനെയുണ്ട് 2 ദിവസത്തെ എക്സ്പീരിയൻസ് എന്ന് നമുക്ക് ചോദിക്കാം. 2 ദിവസം 2 സെക്ഷൻ. ഇന്നലെ കൂടി വരേണ്ടതായിരുന്നു. ഞാൻ സെഷൻ അങ്ങനെയായിട്ടല്ല ഞാൻ നോക്കുക ഡോഗിന് എങ്ങനെ നമ്മുടെ കയ്യിലോട്ട് കിട്ടും. അതിന് ചിലപ്പോൾ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഉച്ചവരെ ഇരിക്കല്ലോ, ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ ഇരിക്കല്ലോ. എങ്ങനെയാണ് ഡോഗിന് കംഫർട്ടബിൾ ആവണ പോലെ നമ്മൾ മാറ്റാൻ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഇരിക്കും.
ഒരു സെഷൻ ഇത്ര ടൈം അത്ര ടൈം എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതിൽ ഞാൻ പറയുന്നത് നമുക്കങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈമില്ല. ദിവസത്തിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് ആ ടൈം അതിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഡോഗിൻ്റെ അടുത്ത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ള കാരണം കൊണ്ടാണ്. പല സ്ഥലത്തും കൊണ്ടുപോയിട്ട് സോഷ്യലൈസ് ചെയ്യാം. ഓണേഴ്സ് ഇല്ല എന്ന് വെച്ചാലും ഓണേഴ്സിന് തന്നെ നടക്കുമ്പോൾ ഉണ്ട് ആളുടെ വൈഫിനെ ആൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല, കറക്റ്റായിട്ട് നേരെ നോക്കി നടക്കുന്നു. ആളത്യാവശ്യം നല്ല രീതിയിൽ നടക്കാൻ എക്സ്പീരിയൻസ് ചെയ്തു കേട്ടോ. എക്സ്പീരിയൻസ് പഠിച്ചു കഴിഞ്ഞു ആൾ. എന്നിട്ട് പിന്നെ ഞാൻ ആ വീഡിയോസുകളൊക്കെ ഇവർക്ക് അയച്ചു കൊടുക്കുക, എന്നിട്ട് എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ പറയും. ബാക്കിയാക്കി ഇത് വലിയ കുഴപ്പമില്ലാത്ത പാവം ഡോഗാണ്. മറ്റവന്മാരൊക്കെയാണ് വില്ലന്മാർ. ഈ സമയത്ത് ഓണേഴ്സൊന്ന് പിടിച്ച് അവിടെ നിന്ന് നിൽക്കണ പോലെ ഉണ്ടെങ്കിൽ ഡോഗ് ഇതാവും. അവിടെ വൈറ്റ് ഡോഗ് ഉണ്ട്, അവനാൾ ഭീകരണം. നോക്കാം നമുക്ക് അവനെ. പല സ്ട്രേ ഡോഗ്സുകളും പല സ്വഭാവമാണ് കാണിക്കുക. അൺപ്രഡിക്റ്റബിളായിട്ട് നമ്മുടെ ഫോറിൻ ബ്രീഡുകളെ വളർത്തുന്ന ഓണേഴ്സിന് കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ പേടി അതാണ്. ചിലവർക്ക് ആദ്യത്തെ അനുഭവം എൻ്റെ മോശമായിട്ടുള്ളതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പിന്നെ ആ വഴിക്ക് പിന്നെ പോവില്ല. അപ്പോൾ ഞാൻ പറയുന്നത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാനാണ് പറയുന്നത്. പല സ്ഥലത്തെ സ്ട്രേ ഡോഗുകളും പല രീതിയിലായിരിക്കും. അവിടെ നിന്ന് പിറ്റ് ബുള്ളാന്ന് തോന്നുന്നു വരുന്നത് കേട്ടോ, വൈറ്റ് പിറ്റ് ബുള്ള്. അങ്ങോട്ട് പോകുമ്പോൾ അവൻ്റെ അടുത്ത് നല്ല രീതിയിൽ നമ്മളൊരു കോംപ്രമൈസ് ചർച്ച ചെയ്ത് പോയതാട്ടോ. വീണ്ടും അവൻ ഈ വക പരിപാടിക്ക് നിൽക്കണമെന്ന് നോക്കാം. आप लोग नॉर्मल सिंबल से जाओ, नो प्रॉब्लम, सिंबल से. आपका वाइफ फुल कॉन्फिडेंस में जाओ. आप ये क्या करेगा देखेगा, ഭാഗ്യേക്കാം. അപ്പോൾ അവൻ അത്യാവശ്യം മര്യാദയുള്ളവനാണ് കേട്ടോ അർത്ഥം. അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ലെവല് ഇതുകളാണ് കാട്ടി. അപ്പോൾ നമ്മൾ നമ്മുടെ ഏരിയയുടെ 1, 2, 3 ദിവസമൊക്കെ കണ്ടിന്യൂസ്ലി നമ്മൾ വാക്കിങ് ചെയ്തുകൊണ്ടിരുന്ന ആ ഏരിയയിലത്തെ സ്ട്രേ ഡോഗ്സൊക്കെ അതിനുള്ള പ്രൊവോക്കിങ്ങുള്ള ഒരു യൂറിൻ പാസിങ്ങാണ്. അപ്പോൾ ഒരു സമാധാനം കിട്ടിയവന്. നിൻ്റെ ഏരിയ മാത്രമല്ലടാ, എൻ്റെ ഏരിയയും കൂടിയാണ് അവിടെ അവന് കൊടുത്തതാണ്. ഇപ്പോൾ അവിടെ വന്നിട്ട് അവൻ സ്മെല്ല് ചെയ്യും. മനസ്സിലാക്കണം, അവൻ അത്ര മോശക്കാരനല്ല എന്ന് കാട്ടി പോയതാണ്. അപ്പോൾ അങ്ങനെ എല്ലാ സ്ഥലത്തും ചെയ്യാനൊന്നും വിടണ്ട. ഇവർക്ക് മെയിൻലി പശുക്കളുടെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. പശുക്കളെ വണ്ടികളുടെ ഓട്ടോറിക്ഷയിലും ബൈക്കാണെങ്കിലും പിന്നാലെ കിടന്ന് ഓടുന്ന സ്വഭാവമുണ്ട്. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം നമ്മൾ. 1, 2, 3 കിലോമീറ്ററൊക്കെ നടന്ന് ഓഫ് ലീഷ് ഇങ്ങനെ നടക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോഗിൻ്റെ ഒപ്പം നടക്കാൻ ഓണേഴ്സിന് ഒരു നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അത് ഡോക്ടറായ കാരണം ഒരുവിധം എല്ലാ ആൾക്കാർക്കും അറിയാം കേട്ടോ, ഗവൺമെൻറ് ഡോക്ടറാണ്. നല്ല റെസ്പെക്റ്റ് എല്ലാവർക്കും. ഇനിയുള്ള ആൾക്കാർ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗിനെ കൊണ്ട് നടന്നാൽ അതൊരു മാതൃകയാവും കുറേ ആൾക്കാർക്ക്. സാധാരണ ഒരാൾക്കാർ ഇങ്ങനെ ഡോഗിനെ കൊണ്ടുപോകുന്നു, ഇത്ര ഇതുള്ള ഒരാൾ, ഇങ്ങനെ ഒരു ജോലി ഒക്കെ ഉള്ള ഒരാൾ ഒരു ഡോഗിനെ അങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ അത് അത്രത്തോളം വെൽ ട്രെയിൻഡ് ആയിരിക്കാം. അല്ലെങ്കിൽ ഒരിക്കലും അയാൾ ആ ഒരു റിസ്ക് എടുക്കില്ല എന്നൊക്കെയുള്ള ഒരിത് ധാരണ ആൾക്കാർക്ക് ഉണ്ടാവും. അത് നല്ലൊരു അവയർനെസ്സാണ് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയത്. അവർ നല്ല രീതിയിൽ തന്നെ കേട്ടോ ഇവനെ നോക്കിക്കൊണ്ടിരിക്കണം. നെക്സ്റ്റ് ലെവലാണ്. ഇടകൂടെ നടക്കാൻ സ്ഥലമില്ല മാത്രം. ഇവിടെ സെൻട്രൽ ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ ഇവരെ പ്രത്യേക പാർക്കുകളിലും എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഇവരെ കൊണ്ട് അങ്ങനെ ആയതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മുംബൈയിലും ഡൽഹിയിലും കുറേ പാർക്കുകളിലും എല്ലാ സ്ഥലത്തും ഞാൻ കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും കൂടി പോലീസും എല്ലാ ആൾക്കാരും നല്ല സപ്പോർട്ടാണെന്ന് പറയുന്നത്. ഇവിടെ പശുക്കൾ തമ്മിലുള്ള ഇടിയുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ചലോ ആപ്ലോ റൈറ്റ് സൈഡ് से किधर से भी हाँ ये डंडा से मार रहे हैं ना, ये वागिया देखे तो उसने काटेगा. वागिया इनफ इनफ क्यों क्यों हाँ स्टार्ट राइट साइड से जाओ. चलो आराम से जाओ. आप
मैं बागियाने थोड़ा डरता है, ये लड़कों के पास ये लकड़ी है, लकड़ी ऐसा मारे तो वागिया काटेगा। ये गाय का साउंड देखे ना, ये पीछे देख रहे गुर साउंड। हाँ यहाँ ये साउंड आया ना, ये बुल का साउंड। ഗായരുള്ളൊരു പശുവിൻ്റെ ഇടയിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇതിന് ഏറ്റവും വലിയൊരു ആ आप भी साथ में जाओ लो, मैं ना सर पीछे, कोई बात नहीं, आगे भाई भी है, पीछे मैं भी है। हाँ भाई फिर हाँ चलो चलो अब इनफ। क्यों സ്ട്രീറ്റ് ഡോഗ് എടുക്കുന്നു. ഇങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ ഓണേഴ്സിൻ്റെ കോൺഫിഡൻസ് കൂട്ടുന്നതാണ് ഞാൻ പറയുന്നത്. അവർക്ക് പിന്നീടും വാക്കിങ്ങിന് കൊണ്ടുപോകാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ പകുതിയെങ്കിലും അവർ കേട്ടു. ഇപ്പോൾ വാക്കിങ്ങിനെ അടിച്ചോറിനോരോ കണ്ടവരൊന്നും ചെയ്യില്ല കേട്ടോ, അവർക്ക് അത്യാവശ്യം മനസ്സിലായി. ഇവർ കൊടുത്ത ആൾക്കാർക്കൊക്കെ ഒരു അതിശയമായിട്ട്. ചെക്കനെ 4-5 കൊല്ലമായിട്ട് ലീഷുമ്പളല്ലാണ്ട് കണ്ടിട്ടില്ല അവർ. നമ്മളവന് ഫ്രീഡം കൊടുത്തു. എങ്ങനെയുണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് മോണന്മാർക്കുണ്ടെന്ന് അവരോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. आज को हमारा कितने डेज हुआ? सेकंड डे इज आज। सेकंड डे सेकंड सेशन। अभी सेकंड सेक्शन भी किया, कल मॉर्निंग एक ही सेक्शन, यस या हाँ नाइट में नहीं किया। हाँ अभी अभी तक आपका एक्सपीरियंस कैसा है? मैडम बताइए। मतलब जब मैं पहली बार मुझे लगा नहीं था कि स्नाइपर मतलब सेकंड डे, और आज मैं स्नाइपर का सेकंड सेशन है और मेरा फर्स्ट है उसके साथ और मैं फर्स्ट सेशन में ही उसके साथ ऑफ लिस्ट जा रही हूँ और एक्सपीरियंस वाज अमेजिंग। अभी आप फर्स्ट डे आए, कल हस्बैंड और भाई हाँ यार, इन लोग क्या बोला था एक्सपीरियंस आपका भाई? वो लोग का भी एक्सपीरियंस सेम मेरे जैसा ही था, इसीलिए मैं तो कल मैंने बताया कि फर्स्ट डे ही ऑफ लिस्ट कर दिया था, तो आई कैंट बिलीव कि फर्स्ट डे ऑफ लिस्ट कर दिया और आज मैंने खुद एक्सपीरियंस किया तो फिर यकीन हो गया। मोस्टली पीपल्स को डाउट है 3 ईयर का बाद, 5 ईयर का बाद मोस्टली डॉग्स ट्रेंड होता है। हाँ कभी कभी नहीं बोल रहे, कोई कोई किया तो अच्छा चलता है, कोई कोई किया तो डिफॉल्ट होता है। डिपेंड ऑफ ब्रीड, डिपेंड ऑफ ऑनेस्ट, डिपेंड ऑफ ट्रेनिंग मेथड। अभी हम यूज़ कर रहे मॉडर्न ट्रेनिंग मेथड, ई कॉलर, पॉजिटिव पनिशमेंट हम नहीं देते, चॉक चेन से और हाथ से डरा के स्मार्ट ट्रेनिंग। मोस्टली ई कॉलर सब कुछ अच्छा डॉग बिहेवियर से आप लोग सीखना चाहिए, में यूज़ करना, नहीं यूज़ करना, एडवांस कमांड क्या है, ये सब। अभी मोस्टली 5 डेज़ का अंदर, 3 डेज़ के अंदर मैं आप लोगों को भी ये ट्रेनिंग मेथड पूरा सिखाऊंगा। जी जी।
इजीली आप लोग ये मेथड यूज़ करना। स्नाइपर का बिहेवियर किधर किधर डिस्ट्रैक्ट हो, एडवांस कमांड क्या क्या करना पड़ा है, ये सब हम एक बार एक्सपीरियंस करेंगे। एक्सट्रीम सिचुएशन सब मैं भी आके साथ में भी एक्सपीरियंस करूँगा। साथ में लास्ट डे का अंदर आप लोग ही थोड़ा सब यूज़ करके बढ़िया इसको फ्रीडम दे। हाँ मतलब खुद ट्राई करके स्नाइपर एकदम हाइपर एक्टिव और बहुत प्लेफुल है। तो बोलने की जरूरत नहीं, इसका फेस कट, इसका ब्लड लाइन देखे तो हमको समझ आता है। ये तो इसीलिए हमें लगा नहीं था कि मतलब स्नाइपर सेकंड इतना मतलब easy। फर्स्ट First डे day से ये ही बोला कि 10 इतना minutes में मतलब आपने उस पे बोला कि खोल दो इम्प्रूवमेंट करके, है। तो और मतलब कोई ऑफ मान नहीं रहा है। स्नाइपर का ये क्या है, स्नाइपर में देखे हमको 5 ईयर नहीं देखे, सिर्फ 3.5 ईयर। हाँ इतना एनर्जेटिक भी है। हाँ। 5 ईयर में नॉर्मल लेब्राडोर, गोल्डन रिट्रीवर सब थोड़ा शांत हो जाएगा, बट बॉक्सर इज वर्किंग ले नेक्स्ट एक्सट्रीम लेवल वर्किंग ले। हाँ पिटबुल ऐसे मशीन है इन्होंने। हाँ अब ये थोड़ा मोटा हो गया है, हाँ। थोड़ा काम नहीं है ना। अभी क्योंकि ये हमें मतलब ज़्यादा वॉक नहीं करवा रहे थे अभी इसको। हाँ दूसरे ऑफ लीश हो गया मतलब तो हाँ डॉग की वजह, स्ट्रीट डॉग की वजह से हम लेके जा नहीं बॉल सकते में चढ़ थे। रहे हुए हाँ बॉल में तो मस्त खेलता है। हाँ फैच वाला तो ये बोले थे कि बीच पे जाएंगे खेलने के लिए। हाँ खेलने का थोड़ा टाइम एक्सपीरियंस करना और उसको भी मतलब वो अच्छा लगता है खेलना भागना, पर ऐसे हाँ डेवलप हो जाए, उसका हेल्थ भी इम्प्रूव। हाँ इम्प्रूवमेंट हो जाएगा। और दूसरा मैं क्या साइकिलिंग भी करता हूँ, तो साइकिल के साथ में हो सकता है हाँ होता है। तो एक दो सेशन अपन वो करेंगे। हाँ साथ में हमको करेगा हाँ। sustain कैसा कैसा यस देखना। यस यस आप लोग भी जल्दी लैंड कर रहे हो। हाँ हाँ हस्बैंड जल्दी गाय थोड़ा डरता है, थोड़ा सही है आपका ऐसा गाय देकर हमारा अंदर से कॉन्फिडेंस लाना है। जो एनर्जी हम मतलब देंगे वही डॉग वो करता है। अभी मैं आराम से इधर रुके बोल रहे, मेरे को एक कॉल आ रहा है, मेरे फ्रेंड का एक्सीडेंट हो गया, तो कोई आदमी का एक्सीडेंट, मेरे हार्ट बीट चेंज हो गई, मेरे को इधर से पानी आ जाएगा। ये मेटाबॉलिज्म कैसे हो गई? ओके सिर्फ मैं नॉर्मल फिजिकल एक्टिविटी नहीं की, हम अंदर से भी हम ऐसा हार्ट बीट चेंज हो गई है, डर के इसको समझेगा क्यों मेरा क्यों डर रहे हैं, मैं कुछ प्रोटेक्शन के लिए कुछ करूँ। ओके कोई यही सोचेगा यही है डिस्ट्रैक्शन। हाँ यही है मेरा जो देखेगा वही। मैं हाँ जल्दी जाके उसको फाइट ओके हमारा इमोशन सिर्फ ठीक है, हमारा बॉडी लैंग्वेज भी ठीक है, हम ऐसा ही चले तो वो भी नॉर्मल वो भी रहता इग्नोर है। करेगा। आज आप ऐसा चला, ये वीडियो हम सेकंड सेक्शन में डालूंगा, थर्ड पार्ट में आप भी बढ़िया इम्प्रूवमेंट हो जाएगा। ये देखे हमको समझे ऐसा चलना है। ये सब ओके, थैंक यू। ഓക്കെ താങ്ക് യു. അപ്പോൾ നമ്മൾ ഒരു റിവ്യൂ ആണ് എടുത്തത്. ഓക്കെ ഓക്കെ ബൈ. ബൈ. ഭാഗ്യ കം ക്യൂ. ഇപ്പോൾ സ്നൈപ്പറിൻ്റെ ഓണേഴ്സ് തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കോളറൊക്കെ അവർ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ആയിക്ക് തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർക്ക് തന്നെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നുള്ളൂ. ഈ ടെറിട്ടറിയിലാണ് ഇവൻ ഇൻഡി ഡോഗ്സൊക്കെ ആയിട്ട് സ്ഥിരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടെറിട്ടറി മാർക്കിങ്ങും ടെറിട്ടറി പിടിച്ചെടുക്കേണ്ട ഇതുകളൊക്കെ. ഇന്നത്തെ റിവ്യൂ തന്നെ അവരങ്ങനെ പോവാണ്. ഭാഗ്യ ഇങ്ങനെ നോക്കിക്കാണ്. നമുക്കും പോവാം ഭാഗ്യ. ഓക്കെ ഭാഗ്യ ബബ്ബോ. നമ്മുടെ മോർണിംഗ് സെക്ഷൻ കഴിഞ്ഞു, സെക്കൻഡ് സെക്ഷൻ കഴിഞ്ഞു. ഇനി ഒരു സെഷനും കൂടി എടുത്ത് ഒരു 5 സെക്ഷൻ്റെ ഉള്ളിൽ തന്നെ ഓക്കെ ആവും ഡോഗ്.